നമസ്കാരം. ജനുവരി 26 ഇന്നലെ രാത്രി ഒരു കപ്പലിൽ നിന്ന് അത്യാവശ്യ കോൾ വന്നതിനെ തുടർന്ന് MV മാർലിൻ ലുവാണ്ട എന്ന ചരക്ക് കപ്പലിനെ സഹായിക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ ഏതൻ ഉൾക്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ INS വിശാഖപട്ടണം ഇടപെട്ടു എന്ന റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവന്നത്. US സെൻട്രൽ കമാൻഡ് പറയുന്ന പ്രകാരം യമൻ ആസ്ഥാനമായുള്ള ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണത്തിന് ഈ ചരക്ക് കപ്പൽ വിധേയമായിരുന്നു. MV മാർലിൻ ലുവാണ്ടയിൽ നിലവിൽ 22 ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനുമാണ് ഉള്ളത്. ദുരന്ത കോളിനോട് പ്രതികരിച്ച് INS വിശാഖപട്ടണം അതിന്റെ പ്രത്യേക ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ ഡിഫൻസ് ടീമിനെ ദുരന്ത ബാധിത കപ്പലിൽ പ്രവർത്തനങ്ങൾക്ക് വിന്യസിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പ്രസ്താവനയിൽ ചരക്ക് കപ്പൽ സംരക്ഷിക്കുന്നതിനും കടലിലെ ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്ഥിരതയുള്ളതും പ്രതിജ്ഞാബദ്ധവുമാണ് ഇന്ത്യൻ നാവികസേന. കടൽ കൊള്ളയുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും സമീപകാല വർധനവ്, വടക്കൻ മധ്യ അറബിക്കടൽ, ഏതൻ ഉൾക്കടൽ എന്നിവയുൾപ്പെടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ 10-ലധികം യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു. ഇന്ത്യൻ നാവികസേന സഹായം നൽകുന്ന ഈ മാസത്തെ 3ാമത്തെ സംഭവമാണിത്. INS ചെന്നൈ MV ലീല നോർഫോക്ക് ഹൈജാക്ക് ചെയ്യുന്നത് തടയുകയും ഡ്രോൺ ആക്രമണത്തിന് വിധേയമായ MV ജെൻഗോ പിക്കാർഡിക്ക് പിന്തുണ നൽകുകയും INS വിശാഖപട്ടണം സഹായം നൽകുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ മേധാവി അഡ്മിറൽ R ഹരികുമാർ അടുത്തിടെ വിയോൺ ന്യൂസിനോട് പറഞ്ഞത്, ചെങ്കടലിലെ സമുദ്ര സുരക്ഷാ സാഹചര്യത്തിന്റെ ദുർബലത ഉയർത്തിക്കാട്ടുകയും അറബിക്കടലിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കടൽക്കൊള്ളയും ഹൂതി ആക്രമണവും ഉയർത്തുന്ന ഭീഷണികൾ ഊന്നിപ്പറഞ്ഞു. ഞങ്ങൾ 10-ലധികം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നും അവയിൽ 2 പ്രധാനമായും പൈറസി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടവയാണെന്നും ബാക്കിയുള്ളവ ഡ്രോൺ വിരുദ്ധ പിന്തുണ നൽകുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നെന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്ര സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ മുൻകരുതൽ നടപടികളുടെ രൂപരേഖയിൽ അഡ്മിറൽ R ഹരികുമാർ പറഞ്ഞു. ഏതായാലും കടലിൽ ഇന്ത്യൻ നാവികസേന സുപ്രധാന പങ്കുവഹിക്കുന്നുവെന്ന് പ്രതിരോധ വിദഗ്ധർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.